അപ്പൊ അത് സോൾവ് ചെയ്യുന്ന വഴക്കൊക്കെ ആവുമ്പോ who will solve the fight? Together. Yeah, she something don't like, I something don't like, but after 5 minutes we have each other. Yeah, because of course different culture, different mind, different age, and but for me she like my age, and I think for she I like she age. And after fight we very fast. പെട്ടെന്ന് സെറ്റ് ആവുമല്ലേ? Yes, ഓക്കെ. ഇപ്പം ഇച്ചിരി ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പുള്ളി ഭയങ്കര മെച്ചോർഡാന്ന് തോന്നിയിട്ടുണ്ടോ? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ടോ? മനസ്സിലാക്കി തരാം. എന്താ കൂടുതലും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? മനസ്സിലായി പഠിക്ക്, കുറെ ബുക്ക് മേടിച്ചു തരും, വായിക്കാൻ പറയും. ബുക്ക് വായിച്ചാലേ കുറച്ചുകൂടെ മെച്ചൂർഡ് ആവത്തുള്ളൂ. ആ സീക്രട്ട് ബുക്ക്, പിന്നെ സൈക്കോളജി ബുക്ക്, അങ്ങനത്തെ കുറെ ഉണ്ട്, അതൊക്കെ തരും. അങ്ങനെ കുറെയൊക്കെയാണ്. കരയുമ്പോഴൊന്നും വന്ന് സമാധാനിപ്പിക്കത്തില്ല, അപ്പൊ എന്റെ ഈഗോ കുറച്ചൊന്ന് പോകും. എന്താണ് പുള്ളിയെ കണ്ടൊരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്? റെസ്പെക്ട് ചെയ്യുന്നു, അടിക്കുന്നില്ല. അപ്പൊ നേരത്തെ അടിക്കുമോ? അങ്ങനെ എടുത്തു പറഞ്ഞപ്പോഴത്തേക്കും ഉപദേശിച്ചിട്ടുണ്ടോ നേരത്തെ പാസ്റ്റ് റിലേഷൻഷിപ്പ്? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത് എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അടിക്കുന്നില്ല, അതാണ് ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത്. ഓക്കെ, വേറെ? കെയറിങ്, നല്ല കെയറിങ്. എന്താണ് കെയറിങ്? എന്ത് കെയറിങ് ആണ്? എനിക്കറിയണം റഷ്യയിലുള്ള കെയറിങ് എന്താണെന്ന്, അതുകൊണ്ട് ചോദിക്കുന്നത്. എനിക്കിപ്പോ വയ്യെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരും, വയ്യെങ്കിൽ റെസ്റ്റ് എടുത്തോളാൻ പറയും. അത് റിലേഷൻ ആയിരുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, കിടക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഇപ്പൊ ഭയങ്കര കിടക്കാൻ സമ്മതിക്കത്തില്ല. വയ്യെങ്കിലല്ല, ഞാൻ എപ്പോഴും ഭയങ്കര ലേസിയാണ്, ഉറങ്ങും. പിന്നെയാണ് ബുക്കൊക്കെ മേടിച്ചു തന്നിട്ട് പോയി പഠിക്കുക. കുറച്ചുകൂടി മാറി, നല്ല മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ചേഞ്ച് ആയി പുള്ളി വന്നപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയുടെ കാര്യം എല്ലാം നീറ്റായിട്ട് വെക്കും. പണ്ട് നമ്മള് ഭയങ്കര ലേസിനെസ് ആണല്ലോ ഗേൾസ്. വീട് എങ്ങനെ ഇടന്നാലും കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പുള്ളി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആരാ അപ്പൊ ക്ലീൻ ഒക്കെ ചെയ്യുന്ന? വീട് ചില സമയത്ത് എന്നെ സഹായിക്കും, ചിലപ്പോ പുള്ളി വർക്ക് ചെയ്യുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. പുള്ളി എന്താ വർക്ക് ചെയ്യുന്നത്? വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ പ്രൊഡക്ഷൻ. വാട്ട്സ് യുവർ ജോബ്? Yeah, video production. Okay. Now I'm like a freelancer because I travel. And here in India I find customers in Russia and do work like same shooting, video editing, designing, AI editing, video editing, designing. Okay. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് റഷ്യയിൽ പോയി അല്ലേ? റഷ്യയിൽ പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് റഷ്യയൊക്കെ കാണുന്നത്, ആദ്യമായിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? ലൈഫ് ചേഞ്ചിങ് ഒന്ന് ആലോചിക്കേ, വർക്കിൽ നിന്ന് കണ്ടുമുട്ടി കല്യാണം കഴിച്ച് റഷ്യയിലോട്ടൊക്കെ പോകുന്നത്. ചിലർക്ക് ഡ്രീമാണ് റഷ്യയിലോട്ടൊക്കെ പോകുന്നത്. പെട്ടെന്ന് അത് ഇത്ര യങ് ഏജിൽ തന്നെ അതങ്ങ് നടന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു റഷ്യയിൽ പോയിട്ട്? നല്ല ഹാപ്പി ആയിരുന്നു, പ്രതീക്ഷിക്കാതെ നടന്നല്ലേ അതൊക്കെ. റഷ്യയിൽ പോയിട്ട് എങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? പുള്ളിയുടെ ഫാമിലിയൊക്കെ നല്ല കൈൻഡാണ്, നല്ല കാര്യമാണ് എന്നോട്. ഞാൻ ചെന്നപ്പോ തന്നെ എന്തുവാ, എനിക്ക് ഇവിടുത്തെ ഞങ്ങള് വേറെ വീട്ടിലൊക്കെ പോവാന്നെങ്കിൽ ഒരു ഇതില്ല, എന്തുവാ ഒരു സാധനം എടുക്കണമെങ്കിൽ തന്നെ മടിച്ചൊക്കെ ആയിരിക്കും, അവർ ഒരുമാതിരി നോട്ടോ ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല, എനിക്ക് എവിടെ വേണമെങ്കിലും പോയി കിടക്കായിരിക്കും, എന്ത് ജോലിയൊന്നും ചെയ്യണ്ട എനിക്ക്, അതാണ് എനിക്ക് വേണ്ടത്. അല്ല, അമ്മ തന്നെ ചെയ്യും. അമ്മയെന്നാണോ വിളിക്കുന്നേ? മാമ എന്ന് വെച്ചാ അമ്മയുടെ ആങ്ങളല്ലേ? മാമ പാപ്പ മാമ. അപ്പൊ വൈഫിന് എന്തോ വിളിക്കും? എന്താ വിളിക്കുന്ന? അപ്പൊ ഓക്കെ. അപ്പൊ അവിടുത്തെ കൾച്ചർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൾച്ചറൊന്നും എനിക്ക് ഒന്നും ഇതായിട്ടില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെയാണ്, എങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്താ പറഞ്ഞു? ഞാൻ ഇവിടെയൊക്കെ എപ്പോഴും കഴിച്ചിട്ട് ഏമ്പക്കം വിടും, അങ്ങനത്തെയൊക്കെയാണ്. അതെല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞാൽ ചെയ്യല്, സൈലന്റ് ആയിരിക്കണം. ഞാൻ ഇരിക്കുന്ന എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം, കിടന്ന് അലക്കരുത്, ഇങ്ങനെ ഇരിക്കുന്ന അതൊക്കെ കുറെ ഇതാക്കി.